ഹലോ. നമ്മുടെ കയ്യിലൊരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയാൽ അതെങ്ങനെയെല്ലാം ആക്കി തീർക്കണമെന്നുള്ളത് നമ്മൾ തയ്ക്കുന്ന ആൾക്കാരുടെ ഒരു ഐഡിയയും യുക്തിയൊക്കെ അനുസരിച്ചിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ചേച്ചിയുടെ മോൾക്ക് അവളുടെ ഇളയ ആളിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒരു അംബർല ടോപ്പ് തയ്ച്ചതിൻ്റെ ബാക്കിയായിരുന്നു കേട്ടോ. ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായെന്നുണ്ടെങ്കിലും ബാലൻസ് വന്ന ഒരു പീസിൻ്റെ അകത്ത് ഞാൻ മൂത്ത ആൾക്ക് വേണ്ടിയിട്ട് ഒരു ലൈൻ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം ഫ്ലെയറിലെയോ നമുക്കല്ലാതെ വേറെ ഏതെങ്കിലും മോഡലൊക്കെ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു പീസ് തികയാത്തത് കൊണ്ടിട്ട് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ലൈൻ ഫ്രോക്ക് തന്നെയാണ് ഞാനിതിൽ ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്രണ്ട് വശത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പ്രിൻ്റ് നെറ്റിലാണെന്നുണ്ടെങ്കിലും യോക്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാതെ ചരിഞ്ഞ് വരണ രീതിയിലായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു നെറ്റിൽ തന്നെ സ്വീക്വൻസ് വർക്കിൻ്റെ ഒരു 3 ഫ്ലവർ അടുപ്പിച്ച് വരണ രീതിയിലുള്ള ഒരു നല്ലൊരു ഡിസൈൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്തും പിന്നെ ആ ഒരു വർക്കിൻ്റെയൊക്കെ ഗ്യാപ്പ് വന്ന ഭാഗത്തുമൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അത് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ടും ബാക്കി വന്ന കൊച്ചു കൊച്ചു തുണികൾ കൊണ്ടിട്ട് പൊടിക്കും കൂടി ഒരു ഫ്രോക്ക് തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലാണെന്നുണ്ടെങ്കിലും ലെങ്ത് ഒന്നും കിട്ടണുണ്ടായിരുന്നില്ല, എങ്കിലും എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു സെയിം കളറിൽ പ്ലെയിൻ നെറ്റ് വെച്ചിട്ട് ഞാനതിൽ ഫ്രില്ലൊക്കെ വെച്ചിട്ട് അതങ്ങനെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മക്കളുടേത് പോലെയുള്ള കോംബോ ഡ്രസ്സിങ് ഒക്കെ അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. പിന്നെ അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും എന്നെ സ്റ്റിച്ചിങ്ങിലും അല്ലാതെയൊക്കെ ഏറ്റവും കൂടുതൽ ഓരോ കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യണ ഒരാൾ കൂടിയാട്ടോ. അപ്പോൾ അവർക്ക് കഴിഞ്ഞ ദിവസം ഒരു കല്യാണ ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ബാലൻസ് വന്ന പീസ് കൊണ്ടിട്ട് ഞാൻ ഈ 2 ഫ്രോക്കും സ്റ്റിച്ച് ചെയ്തെടുത്തതേ. അപ്പോൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് അവരിട്ടേക്കണ 2-3 പിക്കും കൂടിയൊക്കെ ഞാൻ എൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം കമൻസൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കല്ലേ.